വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഞങ്ങൾ അടുത്തൊരു മുളങ്കൂട്ടുണ്ട്. ആ മുളങ്കൂട്ടത്തിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചു. എൻ്റെ അമ്മ എപ്പോഴും പറയത് ചില മുളങ്കൂടുന്ന തന്നെ കിട്ടൂലല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ നുഴഞ്ഞ് കയറിയിട്ട് പിന്നെ ചുറ്റിലും മുള്ളാണ്, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. പിന്നെ എന്നെ കിട്ടൂല. പക്ഷെ ഞാൻ പേടിച്ചിരിക്കായിരിക്കും. എൻ്റെ ലൈഫിലെ ഞാൻ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ എപ്പിസോഡ് 3 ആണ്. ഇതിൽ ഒരുപാട് മോട്ടിവേഷൻ ഉണ്ട്. എൻ്റെ ഉപ്പ എനിക്ക് നഷ്ടമായത് എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ്. 2 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഉപ്പ മരിച്ചുപോയത്. ഉപ്പയെക്കുറിച്ചുള്ള ആകെ കൂടെ എനിക്കുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ മൈൻഡിലുള്ളത്, 2 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എൻ്റെ കൈ പിടിച്ചിട്ട് ഒരു കടയിലോട്ട് കൊണ്ടുപോയി കുറച്ച് മിഠായികൾ എൻ്റെ കയ്യിലോട്ട്, എൻ്റെ ആ കുഞ്ഞി കൈകളിലോട്ട് വെച്ച് തന്ന ഓർമ്മ മാത്രമാണ്. തേൻ മിഠായി. അതൊരു തേൻ പോലെ മധുരമായിട്ടുള്ള ഓർമ്മകളായി തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അടുത്ത നിമിഷം മുതൽ എൻ്റെ പേര് മാറി. എത്തീം കുട്ടി. ആ ലാബിലോട്ട് ഞാൻ പതുക്കെ ചേഞ്ചായി. എനിക്ക് എന്തോ അതിനോട് ഭയങ്കര വെറുപ്പായിരുന്നു. ടീം എന്ന ലാബലിനോട്. ആ ലാബിലിട്ട് എന്നെ പല ആളുകളും സഹതാപത്തിൻ്റെ ഒക്കെ കണ്ണിൽ എന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ എത്തീം എന്ന ഒരു ടൈറ്റിൽ മാറ്റി നിർത്തിയപ്പോൾ അതൊരു ഇഷ്ടമല്ല, ഒരു സങ്കടവും ഒറ്റപ്പെടലും ഒക്കെ ആയിരുന്നു ആ ഒരു ബാല്യം. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഐസുകാരൻ്റെ ഒരു ഹോണുണ്ട്. മയമാക്ക എന്ന് പറയുന്ന ഒരു ഐസ് വിൽപ്പനക്കാരനുണ്ട്. തലയെക്കട്ട കെട്ടി ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് ആ സെറ്റപ്പിൽ ഒരു സൈക്കിളിൻ്റെ ബാക്കിൽ ഒരു വുഡൻ ബോക്സിൽ, മരത്തിൻ്റെ ബോക്സിൽ നിറയെ ഐസ് നിറച്ചിട്ട് മുപ്പര് ആ ഒരു പി എന്നുള്ള ഐസിൻ്റെ ഒരു ഓണുണ്ടല്ലോ, അതടിച്ചിട്ട് മുപ്പര് വരുന്ന സമയമുണ്ട്. ആ സമയത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ ഓടിയിട്ട് എൻ്റെ വീടിന് മുമ്പിൽ എത്താറായപ്പോൾ ആ സമയത്ത് ഐസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കസിനുണ്ട്. ഒരു തൂക്കപാത്രം അവരുടെ കയ്യിലുണ്ട്. അതിലോട്ട് കുറച്ച് ഐസുകൾ വാങ്ങിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ ഇങ്ങനെ എനിക്ക് കിട്ടുമല്ലോ, ഒന്ന് തരുമായിരിക്കും, കാരണം നമ്മൾ കുഞ്ഞാണ്. പക്ഷേ പ്രതീക്ഷ തെറ്റിച്ച് ആ ഐസ് ആ പാത്രത്തിലോട്ട് അടച്ച് ക്യാഷും കൊടുത്ത് ഇവരെൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. പക്ഷെ ആ ഒരു സമയത്ത് ഒരു ഐസ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. എൻ്റെ മുമ്പിലൂടെ കടന്നു പോയ എൻ്റെ കസിൻ്റെ വീട് ലക്ഷ്യമാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു. അവർ കുറച്ച് പേര് വീടിൻ്റെ അകത്ത് നിന്നിട്ട് ഈ ഐസ് ഇങ്ങനെ കഴിക്കുന്ന ഞാനിനി വിൻഡോയിലൂടെ, ഈ ജനവാലിലൂടെ ഞാനിനി പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി കാണുകയാണ്. അപ്പം അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ കൊതിച്ചു പോയി. അപ്പോൾ അതിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ഐസ് കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ, ജനവാലിലൂടെ പുറത്തോട്ട് എറിഞ്ഞു. ഞാൻ ഓടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ സ്റ്റിക്ക് എടുത്തു. അതിന് കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റിക്ക് എടുക്കുമ്പോൾ ഞാൻ 2 ഭാഗത്തേക്കും എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു കൊതി കൊണ്ട് ഞാൻ ആ സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ വായിലിട്ട് നുണഞ്ഞു. എൻ്റെ നാക്കിൽ വെച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ഒരു കൊതി, ഒരു ഐസ് തിന്നാനുള്ളൊരു കൊതി, അന്നത്തെ കാലഘട്ടം അതായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു സ്റ്റോറി ഇവിടെ പറയാൻ കാരണം, ഇതെൻ്റെ ലൈഫിലെ സ്റ്റോറി ആട്ടോ. നിങ്ങളുടെ ചുറ്റിലൊക്കെ ഇതുപോലെ ഇന്നുണ്ടാവുമല്ലോ അനാഥരായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ ചെയ്യരുത്. അത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അന്ന് ഐസിൻ്റെ വില എന്ന് പറയുന്നത് 50 പൈസ ഉള്ളൂ. 50 പൈസ ഒരു ഐസിന്. ഐസ് എന്നൊക്കെ പറഞ്ഞൊരു അവിലൊക്കെ മിക്സ് ചെയ്തിട്ട് അത് ഒരു മഞ്ഞ കളറിലെ ഐസ്, അതിൻ്റെ മുകളിൽ കുറച്ച് അവില്, സേമിയം അങ്ങനെയൊക്കെ ആയിരിക്കും. 50 പൈസ ഉള്ളൂ. പക്ഷെ 50 പൈസ പോലും നമ്മുടെ അടുത്ത് എടുക്കാനില്ല. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ആ അനാഥത്വം എനിക്ക് വേറെയും കുറേ കാര്യങ്ങൾ എന്നെ വേട്ടയാടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ പിന്നെ നമ്മൾ ഒറ്റപ്പെട്ടു. പിന്നെ നമ്മൾ എത്തീം എന്നുള്ളൊരു ടൈറ്റിലോട്ട് നമ്മൾ മാറിയല്ലോ. ആ ഒരു ടൈറ്റിൽ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അത് കുറേയൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, ഒറ്റപ്പെടുത്തി എനിക്കൊരു 5 വയസ്സായപ്പോൾ എന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പേടിയായിരുന്നു. ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി ഉടുപ്പിടിച്ചു ഷർട്ടൊക്കെ ധരിപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഓടിയിട്ട് അവിടുന്ന് ഓടും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഞങ്ങൾ അടുത്തൊരു മുളങ്കൂട്ടുണ്ട്. ആ മുളങ്കൂട്ടത്തിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചു. എൻ്റെ അമ്മ എപ്പോഴും പറയത് ചില മുളങ്കൂടുന്ന തന്നെ കിട്ടൂലല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ നുഴഞ്ഞ് കയറിയിട്ട് പിന്നെ ചുറ്റിലും മുള്ളാണ്, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. പിന്നെ എന്നെ കിട്ടൂല. പക്ഷെ ഞാൻ പേടിച്ചിരിക്കായിരിക്കും. അപ്പോൾ തന്നെ എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മാൻ്റെ സഹോദരനൊക്കെ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തിട്ട് എന്നെ അതിൽ നിന്ന് എടുത്ത് പിന്നെ സ്കൂളിൽ കൊണ്ടാക്കും. കരഞ്ഞ് മെഴുകും ഞാൻ സ്കൂളിൽ. സത്യം. ചില ബെഞ്ചിലിരിക്കൂല, ഞാൻ ഏതെങ്കിലും ഒരു വാതിലിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കരയും. ചില എനിക്ക് പേടിയായിരുന്നു. ഒരുപാട് കുട്ടികളെ കാണുക, ശബ്ദം കേൾക്കുക, വെള്ളം, ഇതിനൊക്കെ എനിക്ക് ഭയമായിരുന്നു. ആ ഒരു അനാഥത്വം എനിക്ക് അത്രത്തോളം ഈ കാര്യങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. ഈ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് ഞങ്ങളവിടുത്തെ ഒരു മദ്രസ കെട്ടിടത്തിലായിരുന്നു 1 മുതൽ 3 വരെ ഉള്ളത്. ആ കാലഘട്ടത്തിൽ അന്ന് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ ആ ഒരു ക്ലാസ്സിലോട്ട് ഒരു സാറ് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു. ആ സാറിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ഉണ്ണിക്കുട്ടൻ മാഷ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ആൾ ചിരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ബോർഡിൽ ഒരു ചിത്രം വരയ്ക്കാം, അത് എന്താണെന്ന് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കണ്ണീരൊക്കെ തുടച്ച് ആന്ന് പറഞ്ഞു, തലയാട്ടി. അപ്പോൾ അദ്ദേഹം ബോർഡിൽ എന്തോ ചിത്രം ഇങ്ങനെ വരക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്താ വരച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കണ്ണൊക്കെ തിരുമ്പി നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല, ഒന്നും കാണാനില്ല. അപ്പോൾ
എന്നോട് ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഞാൻ കുറച്ച് ബാക്കി കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ക്ലാസ്സിൽ. കുട്ടികളെ ഒരു മന്ത്രമൊക്കെ ചൊല്ലി ബോർഡിലോട്ട് നോക്കി ഒന്ന് ഊതി. അപ്പോൾ ഒരു ആനയുടെ ചിത്രം പതുക്കെ തെളിഞ്ഞു വന്നു. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ചിരിച്ചുപോയി, അറിയാതെ ചിരിച്ചുപോയി. അതായിരുന്നു എൻ്റെ ലൈഫിലെ ഒരു ചിരി എന്ന് പറയുക. കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ ഒരു വെളിച്ചത്തിലോട്ട് കൊണ്ടുവന്നത് ആ സാറായിരുന്നു. എന്നിട്ട് അതിൻ്റെ സീക്രട്ട് എനിക്ക് മാത്രം പറഞ്ഞു തന്നു. എന്താ അറിയോ ചോദിച്ചു എന്നോട്. ഇല്ല എന്ന് പറഞ്ഞു. പഠിക്കണം എന്ന് ചോദിച്ചു. ആ എന്ന് പറഞ്ഞു. സംഭവമൊന്നുമില്ല, നനഞ്ഞ ചോക്ക് ഉപയോഗിച്ചിട്ട് ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ആൾ തെളിഞ്ഞു വരിക. അതുതന്നെയായിരുന്നു ആ ഒരു മാജിക് എൻ്റെ ലൈഫിനെ മാറ്റി. പിന്നീട് അങ്ങോട്ട് കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ ഒരു ലീഡർ സ്ഥാനത്തേക്ക് എന്നെ മാറ്റി. ആ ക്ലാസ്സിൽ ലീഡർ ഞാനായി, പഠിക്കാനായി. എനിക്ക് നോട്ട് ബുക്ക്, മിഠായികൾ, ഇതെല്ലാം സാറ്, പേന, ഇതെല്ലാം സാറ് വാങ്ങിച്ചു തരും. പക്ഷേ ഞാനൊരു അനാഥനാണ്, ഒരു എത്തിയമാണെന്ന് പോലും ആ സാറെന്നെ അറിയിക്കാതെ, മറ്റുള്ള കുട്ടികളെ കാണിക്കാതെ എനിക്കത് വാങ്ങിത്തരും, എൻ്റെ ബാഗിൽ വെക്കും. എനിക്കിന്നും ഓർമ്മ ഉണ്ടത്. കരഞ്ഞിരുന്ന എന്നെ ഒരു വെളിച്ചം നൽകി, എല്ലാ സപ്പോർട്ടും നൽകി, ഒരു ലീഡറാക്കി മാറ്റി ആ സാറെന്നെ. 3 വർഷം ട്യൂഷനും കൂടി പോയപ്പോൾ, ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ട്യൂഷന് പോകുന്നത് സ്കൂൾ വിട്ടിട്ട് ഞങ്ങളവിടെ ഒരു ടീച്ചർ, വസന്ത ടീച്ചർ എന്ന് പറയും. ആ ടീച്ചർ അടുത്ത് ട്യൂഷന് വിട്ടത് തന്നെ. 25 രൂപയാണ് ഫീസ് കേട്ടോ. നല്ല രസമാണ്. ഒരു നാടൻ വീട്, അതിൻ്റെ ഉമ്മറത്താണ് ഞങ്ങൾ പോയിരിക്കുക. ഒരു 5 കുട്ടികളുണ്ടാവും. ഈ മാവിൻ്റെ ചുവട്ടിൽ നിറയെ മാങ്ങ എടുക്കുന്നുണ്ടാവും, പഴുത്ത മാങ്ങ. ടീച്ചർ പെറുക്കി കൊണ്ടുവന്ന് തരും. പെട്ടെന്ന് ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതെല്ലാം തകിടം മറിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറയാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നൊരു എൻ്റെ സഹതാപം പറഞ്ഞ് നിങ്ങളെ ശ്രദ്ധ പിടിച്ച് ആകർഷിക്കുക എന്നൊന്നല്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇന്ന് ആരെങ്കിലും ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ എപ്പിസോഡ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇരിക്കുന്നത് എൻ്റെ സ്റ്റുഡിയോയിലാണ്. ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സ്റ്റുഡിയോയിലാണ്. സീറോയിൽ നിന്ന് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതും എല്ലാം ഞാൻ എൻ്റെ ഈ ഓരോ എപ്പിസോഡും ഞാൻ പറയുന്നുണ്ട്. ഇത് കാണുന്ന ഓരോ വ്യൂവേഴ്സിനും ഒരു പ്രചോദനമാവും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്.